ഗാന്ധിയുടെ അഹിംസ സത്യാഗ്രഹ മാർഗങ്ങൾ കൊണ്ട് മാത്രമൊന്നല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയവരുടെ ആയുധ സമരങ്ങൾ ബ്രിട്ടന് മേൽ സമ്മർദ്ദവും ഭയമൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇതുകൊണ്ടുകൂടിയാണ്. ഗാന്ധിയും അംബേദ്കറും തമ്മിൽ ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ദളിതരുടെ രാഷ്ട്രീയ അവകാശങ്ങളെ ചൊല്ലിയായിരുന്നു അത്. ഇത്തരം ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയെ വിമർശിക്കുന്ന ആളുകൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിലെ ശരിതെറ്റുകൾക്കപ്പുറത്തേക്ക് ആ മഹാമനീഷി ഇന്ത്യൻ ജനാധിപത്യത്തിന് നൽകിയ ഒരു സ്വഭാവമുണ്ട്. അതിന് യുദ്ധങ്ങളെക്കാളേറെ, രക്തച്ചൊരിച്ചിലുകളെക്കാളേറെ ശക്തിയുണ്ടായിരുന്നു. ആ കഥ പറയേണ്ടതാണ്. ഇതിനെ ഉദാഹരിച്ച് നിരവധി കഥകൾ നമുക്ക് പറയാൻ കഴിയുമെങ്കിലും ഗാന്ധിയെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആയിട്ടുള്ള മൗണ്ട് ബാറ്റൻ പ്രഭു തൻ്റെ അനന്തരവൻ്റെ കല്യാണത്തിന് ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ ഗാന്ധിജിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. രാജകുമാരൻ്റെ കല്യാണം ആയതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വില കൂടിയ സമ്മാനങ്ങളൊക്കെ ഫിലിപ്പ് രാജകുമാരന് ലഭിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗാന്ധിജി മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ അഡ്രസ്സിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തയക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു കത്തുമുണ്ടായിരുന്നു. നല്ല ചിത്രങ്ങളാൽ തുന്നിയെടുത്ത ഒരു മേശവിരിയായിരുന്നു അത്. ആ കത്തിൽ ഗാന്ധി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഇത് എൻ്റെ ചർക്കയിൽ ഞാൻ തന്നെ സ്വന്തമായി നെയ്തെടുത്തതാണ്. പഞ്ചാബി ആയിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഡിസൈനാണിത്. ഇത് ഫിലിപ്പ് രാജകുമാരനും എലിസബത്ത് രാജ്ഞിക്കും സമ്മാനിക്കണം. എന്നിട്ട് അവരോട് പറയണം ജീവിതകാലം മുഴുവൻ പ്രണയിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക്, ജനങ്ങൾക്ക് സേവനം ചെയ്യുവാൻ കൂടി വേണ്ടിയിട്ട്. ആ ഒരു സമ്മാനം മൗണ്ട് ബാറ്റൻ പ്രഭു എലിസബത്ത് രാജ്ഞിക്ക് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു വെക്കുന്ന ഒരു വാക്കുണ്ട്: ഇത് നിന്റെ ജീവിതത്തിലെ രത്നങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ, വില കൂടിയ സമ്മാനങ്ങൾ സൂക്ഷിക്കുന്നത് പോലെ നീ സൂക്ഷിക്കണം. കാരണം എന്താണെന്നറിയോ? ഇന്ത്യയിൽ നിന്ന് നമ്മൾ ബ്രിട്ടീഷുകാർ ചങ്ങാതിമാരെ പോലെ പിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വലിയ മനുഷ്യന്റെ സമ്മാനമാണിത്. ഇന്നും ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ആ മേശവിരി ഇരിക്കുന്നുണ്ട്. നിറം മങ്ങിയെന്ന് നമ്മൾ വിചാരിക്കുന്ന ഏറ്റവും നിറം കൂടിയ ആ ഒരു മേശവിരി സൗഹൃദമായിരുന്നു. നമ്മെ ആക്രമിച്ച ബ്രിട്ടീഷുകാരെ ഗാന്ധി നേരിട്ടത് സൗഹൃദം കൊണ്ടായിരുന്നു. മനുഷ്യർക്കിടയിലെ എല്ലാ വഴക്കിനെയും മായ്ച്ചു കളയുന്നതായിരുന്നു ഗാന്ധിയുടെ സൗഹൃദം. മൗണ്ട് ബാറ്റൻ പ്രഭു ഈ ഒരു സംഭവത്തിൽ നിന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്: യുദ്ധങ്ങളെക്കാളേറെ, വാഗ്വാദങ്ങളെക്കാളേറെ ശക്തിയായിരുന്നു ഗാന്ധിയുടെ കൂട്ടുകൂടലിന്. ഗാന്ധി പരിഹാരം കണ്ടെത്തിയ മാർഗങ്ങളെല്ലാം ശാന്തതയിലൂടെയാണെന്ന് ഉൾക്കൊണ്ടവർക്കെല്ലാം ഇത് പല പല കഥകളാണ്. വീണ്ടും ഒരു ഒക്ടോബർ 2 ഗാന്ധിയുടെ 156-ാം ജന്മദിനത്തിൽ ഗാന്ധിയൻ ആദർശവും ജീവിതശൈലിയും സാമൂഹിക ദിശാനിർദ്ദേശമായി കൂടുതൽ കരുത്ത് കാട്ടട്ടെ.